ഹലോ ഗായ്സ്, അപ്പോൾ ദേ കണ്ടന്റ് ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ റൂമിലെ വാള് ദേ പരന്ന് വിശാലമായി പ്ലെയിനായി കിടക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കൊളാക്കിയാലോ എന്ന്. അങ്ങനെ ദേ ഞാനൊരു ബുദ്ധൻ്റെ ചിത്രം, ബുദ്ധൻ മരത്തിൻ്റെ അടിയിലിരിക്കുന്ന ചിത്രമാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ബുദ്ധനാവുമോ അതോ വേറെ വല്ലവരും ആവുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഞാനതേ ആദ്യം ജസ്റ്റ് ഒരു നമ്മുടെ ചോക്ക് കൊണ്ട് റൗണ്ട് ഷേപ്പ് കൊടുത്ത് അതിനുള്ളിൽ പെൻസിൽ വെച്ച് ദേ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ അപാകതകളൊക്കെ ഉണ്ട്. ഞാനൊരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചുമരിക്കൊളാക്കുകയാണെന്ന്. നമ്മൾ വീഡിയോ ചെയ്യുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. സ്ഥിരം വീഡിയോ ചെയ്യുന്ന പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടൊന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുറേ ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, ചെറിയ ചെറിയ പീസുകൾ മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് തന്നെ എമ്പാടുമാണ് കേട്ടോ. അങ്ങനെ നമ്മളതേ മരത്തിൻ്റെ റൂട്ടിലെത്തി. അതിനുശേഷം നമ്മളതേ ബ്രാഞ്ചസിനൊക്കെ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കളർ കൊടുക്കുന്നത്, നമ്മളെ വാൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതേ ഓരോ ശാഖയ്ക്കും നമ്മൾ കളർ കൊടുത്തു. ഞാൻ വല്ലാതെ ലോങ് ആയിട്ട് എടുത്തിട്ടില്ല, ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഓരോന്നിൻ്റെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ താഴെ നമ്മുടെ വേരുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കളറിങ് കേട്ടോ. നമ്മൾ വരച്ച വേരുകൾ നമ്മുടെ കൈയിൻ്റെയൊക്കെ ഷേപ്പ് മാതിരി എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. വേര് വരച്ചത് റെഡി ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ദേ ഓൾമോസ്റ്റ് ഫൈനൽ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ബുദ്ധനെ ഒന്ന് ബ്ലാക്ക് അടിച്ച് കൊടുക്കാം. ബുദ്ധനായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബുദ്ധനെ നമുക്കൊന്ന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബുദ്ധൻ്റെ സൈഡൊക്കെ കുറേ ഞാൻ മായ്ച്ചിട്ടൊക്കെയാണ് വരച്ചത്, കാരണം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ ദേ ഫൈനലായി. ഇനി നമുക്ക് ഇലയ്ക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ കളർ കൊടുക്കാം കേട്ടോ. അതിലൊരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാറ്റി ഗ്രീൻ കളർ കൊടുക്കാമെന്നുള്ള. ഇലയിൽ ചിത്രത്തിലുള്ള ഷേപ്പൊന്നും അല്ല കേട്ടോ ഞാൻ കൊടുത്തത്, ഞാൻ എൻ്റേതായ ഷേപ്പിലാണ് ഗൈസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അത്യാവശ്യം കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു ഇലയ്ക്ക്. അതും ഞാൻ മുഴുവൻ വീഡിയോ ആയിട്ട് കൊടുക്കുന്നില്ല, ലെങ്ത്തായിട്ട് കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം നമ്മൾ അത് ഇലയ്ക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെൻറ്ററിലുള്ള ഒരു റൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെൻറ്ററിലുള്ള റൗണ്ടിനാണ് പിന്നെ നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിലുള്ള റൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗോൾഡൻ ഷെയ്ഡ് കളർ എന്ത് ചെയ്യാം കൊടുക്കാം. അപ്പം ഇനി അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഫിനിഷായി കേട്ടോ. ഈ റൗണ്ടിൽ നമ്മളൊരു ഗോൾഡൻ ഷെയ്ഡാണ് ദേ. അപ്പോൾ നമുക്ക് അതും കൂടെ കൊടുക്കാം. ഫൈനലി ദേ നമ്മുടെ വാൾ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് നോക്കിക്കേ. നിങ്ങൾക്ക് ബുദ്ധനാണോ നമ്മുടെ ഗാന്ധിജി ആയിട്ടാണോ തോന്നിയെന്നൊക്കെ സിൻസിയറായിട്ട് മറുപടി പറയാം. നമ്മുടെ ഫൈനൽ ലുക്ക് ദേ ലൈറ്റൊക്കെ സെറ്റിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സിൻസിയറായിട്ട് പറയാം കേട്ടോ. എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ്. ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് ഞാനൊന്ന് വരച്ച് നോക്കിയതാണ് റൂം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.